പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഉള്ളത് കണ്ണൂര് സ്റ്റേഡിയം ഭാഗത്താണ്. ഇതിപ്പോ നമ്മളെ ഒരു വണ്ടി പാർക്ക് ചെയ്ത ഇതാണ് രീതിയാണ്. കാരണം എന്താ പറഞ്ഞാല് ഇതുവഴി ഇവിടെ ഓട്ടോ പാർക്കിംഗ് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ഈ ഓട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് ടേൺ ചെയ്യേണ്ട ഒരു റോഡാണ്, അതായത് യോഗശാല റോഡ്. അപ്പൊ ഇത് മാത്രല്ല, നിങ്ങളോട് ഞാൻ കൂടുതൽ വിവരിക്കുന്നത്, ഇതിപ്പോ നിയമം പാലിക്കേണ്ടവര് നിയമത്തിനെതിരെയാണ്, നിയമലംഘനമാണ് നടത്തുന്നത്. നമ്മൾ സാധാരണക്കാർ ജനങ്ങള് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അത് നമ്മളെ ലംഘനമായിട്ട് ഇവര് ചിത്രീകരിക്കപ്പെടുകയാണ്. കാരണം നിങ്ങൾ നോക്കണേ, ഇവിടുന്ന് മുതൽ അങ്ങ് വരെ ഇവർ പാർക്ക് ചെയ്ത് അഡ്വക്കേറ്റ്സിന്റെ വണ്ടികളാണ്, വാഹനങ്ങളാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ കോടതിന്റെ ഒരു പരിസരമായിട്ട് വരാം കണ്ണൂര്. അപ്പോഴേ നമ്മളെ നിയമം എല്ലാവർക്കും ബാധകമാണ്. സാധാരണ ജനങ്ങൾക്ക് ഒരു നിയമം, മറ്റുള്ള ജനങ്ങൾക്ക് വേറൊരു നിയമം, അങ്ങനെയല്ല. സാധാരണക്കാരുടെ ജനങ്ങളും മറ്റുള്ളവരും ഒരേപോലെയാണ്. ഇത് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതിനാൽ ഇതാണ്, നിങ്ങൾ നോ പാർക്കിങ്ങിന്റെ ബോർഡാണ് ഇത് കാണുന്നത്. നോ പാർക്കിങ്ങിന്റെ മുമ്പിലാണ് ഇവിടെ വാഹനങ്ങൾ വെക്കുന്നത്. ഇത് ഇവിടുന്ന് മുതൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇതെല്ലാം നോ പാർക്കിങ്ങിന്റെ ബോർഡാണ്. കാരണം നിയമം പാലിക്കേണ്ടവര് അഡ്വക്കേറ്റ്സ് ഇവര് ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് നിയമം ലംഘിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ ഇവിടെയും നോ പാർക്കിംഗ് ആണ്, ഇതും നോ പാർക്കിംഗ് ആണ്. സാധാരണക്കാരെ ജനങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പ്രവൃത്തി ഇവര് അത് തെറ്റാണെന്നും, ഇപ്പൊ ട്രാഫിക് പോലീസിന്റെ ബോർഡാണ് ഇവിടെ കാണുന്നത്. കാരണം ഇത് സാധാരണക്കാർ ചെയ്യുമ്പോൾ മാത്രം തെറ്റാണെന്നും, ഇവരെ പോലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളിവിടുത്തെ പൊതുവെയുള്ള ട്രാഫിക് പോലീസിനെ കാണുന്നത്. നിലപാട് എല്ലാവരും ഒരുപോലെയാണ്. നമ്മളെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിയമം എന്നുള്ളത് എല്ലാവർക്കും പാലിക്കപ്പെടേണ്ടവരാണ്. അത് ചെറുത് വലുത് എന്നുള്ള ഇതില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, എല്ലാവരും ഒരേ രീതിയിലാണ് പോകേണ്ടത്. നമ്മളെ റൂൾസ് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പാലിക്കാൻ വേണ്ടിയാണ്. അത് പോലീസ് ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, സാധാരണക്കാരനായിക്കോട്ടെ, മുതലാളി ആയിക്കോട്ടെ, തൊഴിലാളി ആയിക്കോട്ടെ, എല്ലാവർക്കും ബാധകമുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് ഇങ്ങനെ ഈ പ്രവണത സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവരെ പോലുള്ളവർക്ക് നമ്മളെ ട്രാഫിക് പോലീസിന്റെ സപ്പോർട്ടും മറ്റുള്ള കാര്യങ്ങളും നടക്കുമ്പോൾ സാധാരണക്കാർ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്നും, സാധാരണക്കാരുടെ രീതി അവരോട് പറയുന്നത്, ഇവര് പറയുന്നത് എന്നാൽ തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഫൈൻ അടക്കണം എന്ന് പറയും. അതിന് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പൊതുജനങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്ത് സാധാരണക്കാർ ചെയ്യുമ്പോഴാണ് ഇത് ഇവരെ പോലുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾക്കില്ല, അതായത് നമ്മൾ നിയമാധികാരികൾക്കില്ല. കാരണം നിയമം പാലിക്കേണ്ടവര് ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളെ പോലുള്ളവർ പ്രതികരിച്ചേ പറ്റൂ. കാരണം ഇവിടെ ജനങ്ങൾ തുല്യാണ്. ഇതിൽ വലിയവനെന്നോ ചെറിയവനോ ഉദ്യോഗസ്ഥനെന്നോ ഒന്നുമില്ല. നിയമം എന്നുള്ളത് റൂൾസ് എല്ലാവർക്കും ഒരേപോലെയാണ്, ജുഡീഷ്യലും ഒരേപോലെയാണ്. അപ്പൊ എല്ലാവരും നിങ്ങൾ പ്രതികരിക്കുക. കാരണം ഇങ്ങനെയുള്ള പ്രവണതകൾ കണ്ടുവരാതിരിക്കുക. കാരണം ഇനി മുന്നോട്ട് ഇതേപോലുള്ള രീതികൾ പോകുമ്പോൾ എന്നെ നിങ്ങളെ പോലുള്ള സാധാരണക്കാർ പ്രതികരിച്ചേ പറ്റൂ. കാരണം നമ്മളെല്ലാവരും ഒരേ രീതിയിലാണ് ജീവിച്ചു പോകേണ്ടത്. കാരണം ഇവർക്ക് മാത്രം ഓരോ രീതി അങ്ങനെയല്ല.